തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ എന്തുകൊണ്ടാണ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്ന് വിളിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാം. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, അധ്വാനത്തിൻ്റെ മഹത്വം. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഭൂമിയെ പരിപാലിക്കുവാനും അധ്വാനിക്കുവാനുമാണ്. യേശുവിൻ്റെ വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഒരു മരപ്പണിക്കാരനായിരുന്നു. അധ്വാനം കേവലം ഉപജീവന മാർഗം മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന വിശുദ്ധമായ ഒരു പ്രവൃത്തി കൂടിയാണ് എന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. 2, നസ്രത്തിലെ വിനീതമായ ജീവിതം. ദൈവപുത്രനായ യേശുവിനെ വളർത്തുവാൻ തിരഞ്ഞെടുത്തത് രാജകീയ സൗകര്യങ്ങളുള്ള ഇടമായിരുന്നില്ല, മറിച്ച് ഒരു സാധാരണ തൊഴിലാളിയുടെ ഭവനമായിരുന്നു. ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് യൗസേപ്പ് പിതാവിനോടൊപ്പം പണിയെടുത്താണ്. ഈ സാധാരണ ജോലികളെ ദൈവികമാക്കുകയും തൊഴിലാളികൾക്ക് ആത്മീയമായ വലിയൊരു പദവി നൽകുകയും ചെയ്യുന്നതാണ് വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ ജീവിത മാതൃക. 3, ഉത്തരവാദിത്വവും വിശ്വസ്തതയും. തിരുക്കുടുംബത്തെ രക്ഷിക്കുവാൻ യൗസേപ്പ് പിതാവ് തൻ്റെ കഠിനാധ്വാനത്തിലൂടെയാണ് പരിശ്രമിച്ചത്. തൻ്റെ ജോലിയിലൂടെ കുടുംബത്തെ പോറ്റുന്ന ഏതൊരു വ്യക്തിയും ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ സഹകരിക്കുകയാണ് എന്ന സത്യം ഇവിടെ വെളിപ്പെടുന്നു. ഇവ കൂടാതെ ചരിത്രപരമായ ഒരു പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1955 പയസ് 12 മാർപ്പാപ്പയാണ് മെയ് 1 തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളായി പ്രഖ്യാപിച്ചത്. അക്കാലത്ത് നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് മെയ് ദിനത്തിന് ഒരു ക്രൈസ്തവ അർത്ഥം നൽകുവാനും അധ്വാനത്തിൻ്റെ യഥാർത്ഥ ആത്മീയത ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുമാണ് സഭ ഇപ്രകാരം ചെയ്തത്. ചുരുക്കത്തിൽ, തൻ്റെ കൈവേലയിലൂടെ ദൈവപുത്രനെ സംരക്ഷിക്കുകയും ലോകത്തിന് മാതൃകയാവുകയും ചെയ്തതുകൊണ്ടാണ് യൗസേപ്പ് പിതാവിനെ സഭ തൊഴിലാളികളുടെ സംരക്ഷകനായി വണങ്ങുന്നത്. ഈ പുണ്യദിനത്തിൽ തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചെറുതും വലുതുമായ തൊഴിൽ മേഖലകളിൽ വ്യാപരിക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ സഹോദരങ്ങളെയും ആ പുണ്യപിതാവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പ് പിതാവേ, തൊഴിലാളികളുടെ മധ്യസ്ഥ, തൊഴിലിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ ഞങ്ങളെയും സഹായിക്കണമേ. തച്ചനെന്നും